144 വർഷത്തിൽ മാത്രം നടക്കുന്ന മഹാകുംഭമേളയായിരുന്നു ഇത്തവണ ഉത്തർപ്രദേശിൽ നടന്നത്. അതുകൊണ്ട് തന്നെ രാജ്യമെമ്പാടും നിന്ന് ഭക്തർ കുംഭമേളയുടെ ഭാഗമാകാൻ ഒഴുകിയെത്തി. ഇന്ത്യയിൽ മതചടങ്ങുകൾക്കും അമ്പലങ്ങൾക്കും ആഘോഷങ്ങൾക്കും പ്രസക്തി കൂടി വരുന്നത് കൊണ്ട് തന്നെ ഇത്തവണ മേളയുടെ പൂർണ്ണ നടത്തിപ്പുകാർ UP ഗവൺമെന്റ് തന്നെയായിരുന്നു. ഏറ്റെടുത്ത പരിപാടിയുടെ സജ്ജീകരണങ്ങൾ സംബന്ധിച്ച് യോഗി ആദിത്യനാഥ് ഭരണകൂടം നടത്തിയ വലിയ അവകാശവാദങ്ങൾ വെറും വാക്കായി മാറിയപ്പോൾ മഹാകുംഭമേള മഹാദുരന്തമായി മാറി. UP സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 30 പേരാണ് മരിച്ചത്, 60 പേർക്കാണ് പരിക്ക് പറ്റിയത്. എന്നാൽ 58 മൃതദേഹങ്ങൾ ആശുപത്രി മോർച്ചറിയിൽ കണ്ടെന്ന 4 PM ന്യൂസ് നെറ്റ്വർക്ക് ചാനലിന്റെ വെളിപ്പെടുത്തൽ മരണസംഖ്യ സർക്കാർ മറച്ചുവെക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് മൂർച്ച കൂട്ടുന്നുണ്ട്. ഒപ്പം ബന്ധുക്കളെ കാണാനില്ല എന്ന 100-ലധികം വരുന്ന പരാതികളും ദുരന്തത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ചിതറിക്കിടക്കുന്ന സാധാരണക്കാരുടെ ചെരുപ്പുകളും വസ്ത്രങ്ങളും ബുൾഡോസർ ഉപയോഗിച്ച് നീക്കുന്ന ദൃശ്യങ്ങൾ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതും UP കുംഭമേള നടത്തിപ്പുകാരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. VVIPകൾക്ക് മാത്രം പ്രത്യേക പരിഗണന നൽകിയതും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാത്തതും മതിയായ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താത്തതും തുടങ്ങി സംഘാടനത്തിലുണ്ടായ ഗുരുതര പാളിച്ച ഒരു വലിയ ദുരന്തത്തിലേക്കാണ് വഴിവെച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പരിശോധിച്ചായിരുന്നു ഇത്തവണത്തെ മഹാകുംഭമേള നടത്താൻ തീരുമാനിച്ചിരുന്നത്. സ്പെഷ്യൽ ട്രെയിനുകൾ നിരത്തിലിറക്കി ഓരോ 2 മണിക്കൂറിലും മുങ്ങിക്കുളിക്കുന്നവരുടെ എണ്ണം പോലും കണക്കാക്കി വളരെ കൃത്യമായി കാര്യങ്ങൾ നയിച്ചിട്ടും മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണത്തെപ്പറ്റി മാത്രം കണക്കെടുക്കാൻ ആർക്കും കഴിയാതെ വന്നു. അതുകൊണ്ട് തന്നെ സംഭവിച്ച ദുരന്തം മറച്ചുവെച്ച് സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂഴ്ത്തിവെക്കാൻ സർക്കാരും മാധ്യമങ്ങളും കാര്യമായി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മാധ്യമങ്ങൾ മറച്ചുവെച്ച യാഥാർത്ഥ്യം സോഷ്യൽ മീഡിയ പുറത്തു കൊണ്ടുവന്നു. തിരക്കിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്ന മനുഷ്യരുടെ ചിത്രങ്ങളും ബന്ധുക്കളെ കാണാനില്ലാതെ അലഞ്ഞു നടക്കുന്നവരുടെ ദൈന്യത മുറ്റിയ ദൃശ്യങ്ങളും പൊതുസ്ഥലത്തും ഗംഗയുടെ കരയിലും മലമൂത്ര വിസർജനം നടത്തുന്നവരുടെ ദൃശ്യങ്ങളും थोड़ा सा यार मतलब क्या है ये भी टट्टी करी हुई है लोगों ने इधर पॉटी अच्छी कैसे गुटके के पैकेट बॉटल सब ठीक था पॉटी करी हुई है यार. സ്വാമിമാർ ആളുകളെ വടികൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങളും അങ്ങനെ കുംഭമേളയുടെ മാധ്യമങ്ങൾ മറച്ചുവെച്ച യഥാർത്ഥ മുഖം സോഷ്യൽ മീഡിയയിലൂടെ ലോകം കണ്ടു. കുംഭമേളയ്ക്ക് എത്തുന്നവർക്ക് വിശ്രമിക്കാൻ ഒരുക്കിയ ടെന്റുകൾക്ക് തീ പിടിച്ചതും വലിയ പരിഭ്രാന്തി പടർത്താൻ കാരണമായിരുന്നു. ചാട്ന ഘാട്ടിനും നാഗേശ്വർ ഘാട്ടിനും ഇടയ്ക്കുള്ള പ്രദേശത്തുണ്ടായ തീപിടുത്തത്തിൽ 15-ലേറെ ടെന്റുകൾ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. മാത്രമല്ല മഹാകുംഭമേള നടക്കുന്നിടത്തേക്കുള്ള റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നതിനാൽ അഗ്നിശമന സേനയ്ക്ക് സംഭവ സ്ഥലത്തേക്ക് എത്താൻ ഏറെ പ്രയാസമുണ്ടായി. ഭക്തരെ പിഴിയുന്നതിൽ റെയിൽവേക്കെതിരെയും ധാരാളം വിമർശനങ്ങളുണ്ട്. സുഗമമായ തീർത്ഥാടനത്തിന് പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിച്ചെങ്കിലും കുംഭമേള സമാപിക്കുന്ന ഫെബ്രുവരി 26 വരെ വെയിറ്റിംഗ് ലിസ്റ്റാണ് കാണിക്കുന്നത്. ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ജനറൽ കാറ്റഗറി ടിക്കറ്റിന് 1005 രൂപയും തത്കാൽ ടിക്കറ്റിന് 1455 രൂപയുമാണ് ആളുകൾ നൽകിയത്. വിമാന ടിക്കറ്റിലെ കൊള്ള നിരക്കിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് റെയിൽവേയുടെ ഈ കൊള്ള. കുംഭമേളകളിലും സമാനമായ മതചടങ്ങുകളിലും അപകടങ്ങളും ദുരന്തങ്ങളും ജീവമൃത്യുവും രാജ്യത്തും ലോകത്ത് തന്നെയും ഇത് ആദ്യത്തേതല്ല. ജൂലൈ 2, 2024 ഉത്തർപ്രദേശിലെ തന്നെ ഹത്രസിൽ സ്വയം പ്രഖ്യാപിത ആൾദൈവമായ ഭോലെ ബാബ സംഘടിപ്പിച്ച പ്രാർത്ഥനാ യോഗത്തിൽ തിക്കിലും തിരക്കിലും 100-ലേറെ പേർ മരിച്ച സംഭവം ഉണ്ടായിരുന്നു. കുംഭമേളയിൽ തന്നെ ഇതിനു മുൻപ് സമാനമായ ചെറുതും വലുതുമായ അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓരോ തവണയും താൽക്കാലിക പരിഹാരം കൊണ്ട് കാരണങ്ങളും വസ്തുതകളും മറച്ചു വെക്കുകയും വീഴ്ചകൾ മൂടിവെക്കുകയുമാണ് പതിവ്. കുംഭമേളയിലെ ദുരന്തം UP സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയതിന് പിന്നാലെ VVIP പാസുകൾ നിർത്തലാക്കിയെന്നും സുരക്ഷ ഏർപ്പെടുത്താനുള്ള ശ്രമം ശക്തമാക്കിയെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും ദുരന്തത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.